വെച്ചാൽ സ്കെയിലബിലിറ്റി ആണ്. സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞ പോലാണ്. അത് എപ്പോഴും നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഇൻക്രീസ് ചെയ്യാനും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു വെബ്സൈറ്റ്, ഇപ്പം ഞാനൊരു ന്യൂസിൻ്റെ ഒരു ബ്ലോഗ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചു. ഇത് ഞാൻ ഹോസ്റ്റ് ചെയ്തേക്കുന്നത് എൻ്റെ വീട്ടിലെ നെറ്റ്വർക്കിലാണ് ഞാനിത് ഹോസ്റ്റ് ചെയ്തേക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം മറ്റിടത്ത് കൊണ്ട് ഹോസ്റ്റ് ചെയ്യാനൊന്നും വലിയ ഫണ്ട് മുടക്കാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വീട്ടിൽ തന്നെ ഇത് ഹോസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് സംഭവം വമ്പൻ ഹിറ്റായി, ആൾക്കാരൊക്കെ ഈ ഒരു ബ്ലോഗ് വായിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ അകത്തോട്ടുള്ള ട്രാഫിക് കൂടും. ട്രാഫിക് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ തുടങ്ങുമ്പോൾ ഒത്തിരി ആൾക്കാർ വിസിറ്റേഴ്സ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേനും എനിക്കിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു സെർവർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സെർവർ മാത്രം കൊണ്ട് ഈ ഒരു ബ്ലോഗിനെ ഹോസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം ഞാൻ എന്തെടുക്കും, ഇതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഒരു നെറ്റ്വർക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയും അതേസമയം തന്നെ ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെയാണ് സ്കെയിലബിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ഒരു സെറ്റപ്പിൽ നിന്ന് നമുക്ക് വലിയൊരു സെറ്റപ്പിലോട്ട് മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ അത് സ്കെയിലബിലിറ്റി. അപ്പം എന്തൊക്കെയാണോ വേണ്ടത് അതനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് നെറ്റ്വർക്കിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ബാൻഡ് വിഡ്ത്ത് കൂട്ടാൻ പറ്റും. ഇനി എനിക്ക് കൂടുതൽ സെർവേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ലോഡ് ബാലൻസർ എന്ന് പറയുന്ന സംഭവം ആഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ എനിക്ക് സെർവേഴ്സ് ഇഷ്ടം പോലെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം ലോഡ് വരുന്നതനുസരിച്ച് ഓരോരോ സെർവറിലോട്ടും ഈ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും ഈ ഒരു ലോഡ് ബാലൻസർ. സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത്.